നീരവ് മോദിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് തട്ടിപ്പ് കേസുകളിലെ പ്രധാനി, അങ്ങനെ കുപ്രസിദ്ധി നേടിയ ഒരു ഇന്ത്യൻ ജുവല്ലറി വ്യാപാരി. ഗ്ലോബൽ ഡയമണ്ട് വ്യാപാരത്തിലെ ദ്രുതഗതിയിലുള്ള വിജയവും പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളുടെ അന്വേഷണത്തിലേക്ക് നയിച്ച ഒരു അഴിമതിയും അദ്ദേഹത്തിന്റെ കഥയിലെ ഹൈലൈറ്റ്. ഡയമണ്ട് ബിസിനസ്സിൽ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് നീരവ് മോദി ഇന്ത്യയിൽ ജനിച്ചത്. ആഭരണങ്ങളിലും പ്രഷ്യസ് സ്റ്റോണുകളിലും അതീവ താല്പര്യത്തോടെയാണ് അദ്ദേഹം വളർന്നത്. ദൃഢനിശ്ചയവും വൈദഗ്ധ്യവും കൊണ്ട് അദ്ദേഹം സ്വന്തം ബ്രാൻഡ് കെട്ടിപ്പടുത്തു. ആദ്യ വർഷങ്ങളിൽ ഡയമണ്ട് വ്യാപാരത്തിന്റെയും ആഭരണ രൂപകൽപ്പനയുടെയും സങ്കീർണതകൾ മനസ്സിലാക്കാൻ മോദി കഠിനമായി പരിശ്രമിച്ചു. മത്സരാധിഷ്ഠിതമായ ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വ്യാപാരം പഠിച്ചത്. അത് തന്റെ ഭാവി ബിസിനസ് സാമ്രാജ്യത്തിന് അടിത്തറ പാകി. ഡയമണ്ട് വിപണികളിൽ അനുഭവം നേടിയ ശേഷം നീരവ് മോദി സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഉയർന്ന നിലവാരമുള്ള ഡിസൈനുകൾക്കും ആഡംബര ഉൽപ്പന്നങ്ങൾക്കും പേരുകേട്ട ഒരു കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. പരമ്പരാഗത കരകൗശല വൈദഗ്ധ്യവും ആധുനിക സൗന്ദര്യ ശാസ്ത്രവും സംയോജിപ്പിക്കുന്ന അതുല്യമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. അദ്ദേഹത്തിന്റെ പ്രശസ്തി വളർന്നപ്പോൾ അദ്ദേഹം തന്റെ ബിസിനസ് അന്താരാഷ്ട്ര തലത്തിൽ വികസിപ്പിച്ചു. ഏഷ്യ, യൂറോപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലെ സ്ഥലങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള പ്രധാന നഗരങ്ങളിൽ അദ്ദേഹം സ്റ്റോറുകൾ തുറന്നു. ഗുണനിലവാരത്തിന്റെയും പ്രത്യേകതയുടെയും വാഗ്ദാനത്തിലാണ് മോദിയുടെ വിജയം കെട്ടിപ്പടുത്തത്. ഡിസ്റ്റിങ്റ്റീവ് ഡിസൈനുകൾ തേടുന്ന സമ്പന്നരായ ഉപഭോക്താക്കളെ അദ്ദേഹത്തിന്റെ സ്റ്റോറുകൾ ആകർഷിച്ചു. വിതരണക്കാർ, ധനകാര്യ സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര പങ്കാളികൾ എന്നിവരുമായുള്ള ശക്തമായ ബന്ധങ്ങളാണ് കമ്പനിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ പിന്തുണച്ചത്. അതിന്റെ ഉന്നതിയിൽ ആഗോള ആഭരണ വ്യവസായത്തിലെ ഏറ്റവും പ്രമുഖമായ പേരുകളിൽ ഒന്നായി അദ്ദേഹത്തിന്റെ ബിസിനസ് അംഗീകരിക്കപ്പെട്ടു. നീരവ് മോദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കമ്പനി വേഗത്തിൽ വികസിച്ചു. ആഡംബരത്തിന്റെയും ആഭരണങ്ങളിലെ നവീകരണത്തിന്റെയും പര്യായമായി ബ്രാൻഡ് മാറി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉയർന്ന നിലവാരമുള്ള ഉപഭോക്താക്കൾ അദ്ദേഹത്തിന്റെ എക്സ്ക്ലൂസീവ് സൃഷ്ടികൾ തേടി. ഈ വിജയം അദ്ദേഹത്തെ പ്രധാന നഗരങ്ങളിൽ മുൻനിര സ്റ്റോറുകൾ തുറക്കാൻ പ്രാപ്തനാക്കി. ന്യൂയോർക്ക്, ലണ്ടൻ, ഹോങ്കോങ് തുടങ്ങിയ നഗരങ്ങളിലെ അദ്ദേഹത്തിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഒരു പ്രീമിയം ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരുന്നു. ഡയമണ്ട് വിതരണക്കാരുടെയും അത്യാധുനിക നിർമ്മാണ യൂണിറ്റുകളുടെയും ശൃംഖലയെ ആശ്രയിച്ചാണ് ബിസിനസ് മോഡൽ രൂപകൽപ്പന ചെയ്തത്. ഗുണനിലവാരത്തിലുള്ള മോദിയുടെ ഊന്നൽ അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ എതിരാളികൾക്കിടയിൽ വേറിട്ട് നിർത്താൻ അനുവദിച്ചു. കമ്പനിയുടെ സാമ്പത്തിക വളർച്ച ശ്രദ്ധേയമായിരുന്നു. കൂടാതെ ഡിസൈനിലും ഉപഭോക്തൃ സേവനത്തിലും മികവ് പുലർത്തുന്നതിന് അത് പെട്ടെന്ന് പ്രശസ്തി നേടി. അഗ്രസീവ് മാർക്കറ്റിംഗും തന്ത്രപരമായ പങ്കാളിത്തവും ദ്രുതഗതിയിലുള്ള വികാസത്തിന് കാരണമായി. അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ആഡംബര മാസികകളിൽ പ്രദർശിപ്പിക്കുകയും അന്താരാഷ്ട്ര വ്യാപാര പ്രദർശനങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ ശ്രമങ്ങൾ ഒരു ആഗോള വിപണി പിടിച്ചെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ബിസിനസ് അതിന്റെ ഉന്നതിയിൽ കോടിക്കണക്കിന് ഡോളറിൽ വിലമതിക്കപ്പെട്ടു. അതിന്റെ വിജയം നീരവ് മോദിയെ ആഡംബര ആഭരണങ്ങളുടെ ലോകത്തിലെ ഒരു പ്രമുഖ വ്യക്തിയാക്കി. പക്ഷേ 2018 നീരവ് മോദിയും പഞ്ചാബ് നാഷണൽ ബാങ്കും ഉൾപ്പെട്ട ഒരു വലിയ തട്ടിപ്പ് കണ്ടെത്തി. ഇന്ത്യയുടെ ബാങ്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി ഈ തട്ടിപ്പ് കണക്കാക്കപ്പെടുന്നു. ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗ് എന്നറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് മോദിയും കൂട്ടാളികളും ദുരുപയോഗം ചെയ്തതായി അന്വേഷണങ്ങൾ വെളിപ്പെടുത്തി. ഒരു കക്ഷി നിയമപ്രകാരമുള്ള ഒരു ബാധ്യതയോ ആവശ്യകതയോ നിറവേറ്റുമെന്നോ മറ്റൊരു കക്ഷിക്ക് ഉറപ്പ് നൽകുന്ന ഒരു ഔപചാരിക രേഖയാണ് ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗ്. മതിയായ ഈട് നൽകാതെ തന്നെ വിദേശ ബാങ്കുകളിൽ നിന്ന് വായ്പ നേടാൻ ഈ രേഖകൾ കമ്പനിയെ അനുവദിച്ചു. തട്ടിപ്പിന്റെ ആകെ മൂല്യം ഏകദേശം 11,000 കോടിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. നിരവധി വർഷങ്ങളായി തട്ടിപ്പ് നടത്തിയതിൽ സാധാരണ ബാങ്കിംഗ് നടപടിക്രമങ്ങളെ മറികടന്ന് ഒന്നിലധികം ഇടപാടുകൾ ഉൾപ്പെടുന്നു. ഒരിക്കലും തിരിച്ചടയ്ക്കാത്ത വായ്പകൾ നേടാൻ ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗിന്റെ ദുരുപയോഗം കമ്പനിയെ പ്രാപ്തമാക്കി. ഇത് പഞ്ചാബ് നാഷണൽ ബാങ്കിന് കാര്യമായ നഷ്ടം വരുത്തിവെച്ചു. ഷെൽ കമ്പനികളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നതും സങ്കീർണമായ സാമ്പത്തിക ഇടപാടുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഉടനടി മുന്നറിയിപ്പുകൾ ഒന്നും സൃഷ്ടിക്കാതെ ഈ ഇടപാടുകൾ ബാങ്കിന്റെ ക്രെഡിറ്റ് ദുരുപയോഗം ചെയ്യാൻ അനുവദിച്ചു. ബാങ്കിലെ ഇന്റേണൽ കൺട്രോളുകളിലെ വീക്ക്നെസ് കാരണം ഈ തട്ടിപ്പ് കുറച്ചു കാലത്തേക്ക് കണ്ടെത്താനായില്ല. തട്ടിപ്പ് കണ്ടെത്തിയതോടെ ഇന്ത്യൻ അധികാരികളുടെ ഒരു വലിയ അന്വേഷണത്തിന് തുടക്കമിട്ടു. ബാങ്കിംഗ് സംവിധാനത്തിലെ ദുർബലതകൾ തുറന്നു കാട്ടുകയും മേൽനോട്ട സംവിധാനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തതിനാൽ കേസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ത്യയിലെ റെഗുലേറ്റർമാർ, ഫിനാൻഷ്യൽ ഫോറൻസിക് വിദഗ്ധർ, നിയമനിർവഹണ ഏജൻസികൾ എന്നിവർ വിശദമായ അന്വേഷണം നടത്തി. തട്ടിപ്പ് കണ്ടെത്തൽ ഇന്ത്യൻ റെഗുലേറ്റർമാരിൽ നിന്ന് വേഗത്തിലുള്ള പ്രതികരണത്തിന് കാരണമായി. നീരവ് മോദിയുടെ കമ്പനികൾ ഉൾപ്പെട്ട ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗ് ശൃംഖലയും ഇടപാടുകളും പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷകർ ആരംഭിച്ചത്. ബാങ്കിന്റെ ക്രെഡിറ്റ് ദുരുപയോഗം വർഷങ്ങളായി തുടരുകയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി.
സാമ്പത്തിക രേഖകൾ, ഇമെയിൽ ആശയവിനിമയങ്ങൾ, ഇടപാട് ചരിത്രങ്ങൾ എന്നിവയിൽ നിന്ന് അധികൃതർ തെളിവുകൾ ശേഖരിച്ചു. തട്ടിപ്പ് പുറത്തു വന്നതോടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏകദേശം 11,000 കോടി രൂപയുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. ശരിയായ ഈടില്ലാതെ ഈ വായ്പകൾ എങ്ങനെയാണ് നൽകിയതെന്ന് അന്വേഷണം കേന്ദ്രീകരിച്ചു. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗ് നൽകിയതെന്ന് അധികൃതർ കണ്ടെത്തി. ഇത് നീരവ് മോദിക്കും കൂട്ടാളികൾക്കും തട്ടിപ്പിലൂടെ വായ്പ ലഭിക്കാൻ കാരണമായി. CBI ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികൾ കേസിൽ ഉൾപ്പെട്ടു. കേസിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ വശങ്ങൾ പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള മറ്റ് നിയന്ത്രണ സ്ഥാപനങ്ങളുമായി ഏകോപിപ്പിച്ചാണ് അന്വേഷണം നടത്തിയത്. ഒന്നിലധികം ഏജൻസികളുടെ പങ്കാളിത്തം തട്ടിപ്പിന്റെ ഗൗരവം എടുത്തു കാണിച്ചു. കേസ് ഉടനെ തന്നെ അന്താരാഷ്ട്ര മാനം കൈവരിച്ചു. ഇന്ത്യയിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെ നീരവ് മോദി രാജ്യം വിട്ടതായി വ്യക്തമായി. പിന്നീട് അദ്ദേഹം UK-യിലായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് അധികൃതർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ഏജൻസികൾ അദ്ദേഹത്തെ കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചു. നിയമ നടപടികളിൽ ഒന്നിലധികം കോടതികളും നിരവധി നിയമ വെല്ലുവിളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് കേസിന്റെ സങ്കീർണതയെ പ്രതിഫലിപ്പിക്കുന്നു. നീരവ് മോദിയുടെ നിയമസംഘം നിരവധി കുറ്റാരോപണങ്ങളെ എതിർത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ അധികാരികളും അന്താരാഷ്ട്ര ഏജൻസികളും ശേഖരിച്ച തെളിവുകൾ പ്രാധാന്യമർഹിക്കുന്നു. സാമ്പത്തിക നിയന്ത്രണം, അതിർത്തി കടന്നുള്ള സഹകരണം, വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ്, പ്രോസിക്യൂട്ട് ചെയ്യുന്നതിലെ വെല്ലുവിളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേസ് എടുത്തു കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നിയമ നടപടികൾ തുടരുന്നു. കൂടാതെ എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ് അഥവാ കൈമാറലിന്റെയും വിചാരണയുടെയും അന്തിമ ഫലം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. നീരവ് മോദി തട്ടിപ്പ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ബാങ്കുകളിൽ ഒന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. തട്ടിപ്പ് കണ്ടെത്തിയത് അതിന്റെ സംവിധാനങ്ങളിലെ പ്രധാന ബലഹീനതകളെ തുറന്നുകാട്ടി. ഫേക്ക് ഇടപാടുകൾ മൂലം ഏകദേശം 11,000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. ഈ നഷ്ടം ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും പ്രശസ്തിയെയും സാരമായി ബാധിച്ചു. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് PNBക്ക് അതിന്റെ ആന്തരിക നിയന്ത്രണങ്ങളും റിസ്ക് മാനേജ്മെന്റ് രീതികളും മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങുകളും മറ്റു സമാനമായ സാമ്പത്തിക ഉപകരണങ്ങളും പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കാൻ ഈ കേസ് പ്രേരിപ്പിച്ചു. ഇന്ത്യയിലെ റെഗുലേറ്റർമാർ ബാങ്കിംഗ് മേഖലയിലുടനീളം കർശനമായ മാനദണ്ഡങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ബാങ്കിംഗ് സംവിധാനത്തിലുള്ള നിക്ഷേപകരുടെയും ഉപഭോക്താക്കളുടെയും ആത്മവിശ്വാസത്തെയും ഈ അഴിമതി ബാധിച്ചു. നിയന്ത്രണ മേൽനോട്ടത്തിലെ വിടവുകൾ എങ്ങനെ ഗണ്യമായ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണമായി ഈ കേസ് മാറി. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള പല ബാങ്കുകളും അവരുടെ ക്രെഡിറ്റ് നയങ്ങൾ പുനഃപരിശോധിക്കാനും അവരുടെ ആന്തരിക ഓഡിറ്റ് പ്രക്രിയകൾ ശക്തിപ്പെടുത്താനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അഴിമതിക്ക് മറുപടിയായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റ് നിയന്ത്രണ സ്ഥാപനങ്ങളും ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ സമാനമായ തട്ടിപ്പുകൾ സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. വായ്പാ വിതരണത്തിൽ കർശനമായ നിയന്ത്രണങ്ങളും ബാങ്കുകളും നിയന്ത്രണ ഏജൻസികളും തമ്മിലുള്ള മികച്ച ഏകോപനവും പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു. നീരവ് മോദി കേസിന്റെ പ്രത്യാഘാതങ്ങൾ മേഖലയിലുടനീളമുള്ള റിസ്ക് മാനേജ്മെന്റ് രീതികളെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ കാരണമായി. നീരവ് മോദി കേസ് ലോകമെമ്പാടും ശ്രദ്ധ ആകർഷിച്ചു. പ്രധാന അന്താരാഷ്ട്ര പത്രങ്ങളും ധനകാര്യ മാസികകളും ഈ വാർത്ത വ്യാപകമായി പ്രസിദ്ധീകരിച്ചു. തട്ടിപ്പ് ഒരു പ്രധാന ഇന്ത്യൻ ബാങ്കിനെ മാത്രമല്ല, ആഗോള ബാങ്കിംഗ് രീതികളെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തി. അതിർത്തികൾക്കപ്പുറമുള്ള സാമ്പത്തിക ഉപകരണങ്ങളുടെ ദുരുപയോഗം മാധ്യമ റിപ്പോർട്ടുകളിൽ ശ്രദ്ധാകേന്ദ്രമായി. ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും നിക്ഷേപകരെയും ഈ വെളിപ്പെടുത്തലുകൾ ബാധിച്ചു. സാമ്പത്തിക തട്ടിപ്പിന് എങ്ങനെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ ഒരു ഉദാഹരണമായി ഈ കേസ് ഉദ്ധരിക്കപ്പെടുന്നു. അതിർത്തി കടന്നുള്ള ബാങ്കിംഗ് ഇടപാടുകളുടെയും അവയെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ നടപടികളുടെയും സൂക്ഷ്മ പരിശോധന വർദ്ധിക്കുന്നതിലേക്ക് ഇത് നയിച്ചു. കേസിന്റെ മാധ്യമ വാർത്തകൾ തട്ടിപ്പിന്റെ വ്യാപ്തി എടുത്തു കാണിച്ചു. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലെ ദുർബലതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നിരവധി റിപ്പോർട്ടുകളിൽ കേസ് വിശകലനം ചെയ്തിട്ടുണ്ട്. ശക്തമായ നിയന്ത്രണ ചട്ടക്കൂടുകളുടെയും സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ ജാഗ്രതയോടുള്ള മേൽനോട്ടത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കാൻ വിപുലമായ കവറേജ് സഹായിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമനിർവഹണ ഏജൻസികളും കേസ് ശ്രദ്ധിച്ചു. UK-യിൽ നീരവ് മോദിയുടെ അറസ്റ്റ് നാടുകടത്തലിന്റെ വെല്ലുവിളികളെക്കുറിച്ചും വിവിധ രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥകൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും ചർച്ചകൾക്ക് കാരണമായി. അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യങ്ങളെയും നിയന്ത്രണ പരാജയങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളിൽ ഈ കേസ് ഒരു റെഫറൻസ് പോയിന്റായി തുടരുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നീരവ് മോദിയുടെ നിയമ കേസ് ഇപ്പോഴും നടപടിക്രമങ്ങളിലാണ്. UK-യിൽ എത്തിയ ശേഷം നാടുകടത്തലുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്.
ഇന്ത്യയിൽ കുറ്റം ചുമത്തുന്നതിനായി ഇന്ത്യൻ അധികാരികൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നാടുകടത്തൽ പ്രക്രിയയിൽ യുകെയിലും ഇന്ത്യയിലും നിയമപരമായ അവലോകനങ്ങളും അപ്പീലുകളും ഉൾപ്പെടുന്നു. കുറ്റങ്ങളിലെല്ലാം താൻ നിരപരാധിയാണെന്ന് നീരവ് മോദി ആവർത്തിച്ചു വാദിച്ചു. ഇന്ത്യൻ അധികാരികൾ ഹാജരാക്കിയ തെളിവുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് അദ്ദേഹത്തിന്റെ നിയമസംഘം വാദിച്ചു. ഈ വാദങ്ങൾക്കിടയിലും ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗിന്റെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട വലിയ തെളിവുകൾ കേസിനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഒന്നാക്കി മാറ്റി. നിയമ പോരാട്ടം സങ്കീർണവും ഒന്നിലധികം അധികാര പരിധികൾ ഉൾക്കൊള്ളുന്നതുമാണ്. കേസ് നിയന്ത്രണ ഏജൻസികളും നിയമവിദഗ്ധരും അന്താരാഷ്ട്ര സാമ്പത്തിക സമൂഹവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിയമ നിർമ്മാതാക്കൾക്കും ബാങ്കിംഗ് വ്യവസായത്തിനും കേസ് റിസ്ക് മാനേജ്മെന്റിലും മേൽനോട്ടത്തിലും ഒരു പാഠമായി വർത്തിക്കുന്നു. ശക്തമായ ഇന്റേണൽ കൺട്രോളുകളുടെ പ്രാധാന്യവും സുതാര്യമായ സാമ്പത്തിക രീതികളുടെ ആവശ്യകതയും ഇത് അടിവരയിടുന്നു. ബാങ്കിംഗ് മേഖലയ്ക്കുള്ളിൽ പരിഷ്കാരം നടത്താനും കർശനമായ നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കാനുമുള്ള ആഹ്വാനങ്ങൾക്ക് കേസ് ഇതിനകം കാരണമായിട്ടുണ്ട്. കേസിന്റെ ഭാവി സാധ്യതകൾ നിയമ നടപടികളെയും കോടതിയിലെ അന്തിമ വിധിയെയും ആശ്രയിച്ചിരിക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ സാമ്പത്തിക നിയന്ത്രണവും അന്താരാഷ്ട്ര സഹകരണവുമായി ബന്ധപ്പെട്ട നയങ്ങൾ ഈ ഫലം രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. നീരവ് മോദിയുടെ വ്യക്തിപരമായ നിയമപരമായ ഫലം എന്തുതന്നെയായാലും കേസ് ബാങ്കിംഗ് വ്യവസായത്തിലും നിയന്ത്രണ ചട്ടക്കൂടുകളിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പല വിദഗ്ധരും പ്രതീക്ഷിക്കുന്നു. ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണ ഏജൻസികൾക്കും നീരവ് മോദി കേസ് നിരവധി പ്രധാന പാഠങ്ങൾ നൽകുന്നു. ക്രെഡിറ്റ് സാമ്പത്തിക ഉപകരണങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് പ്രധാന പാഠങ്ങളിൽ ഒന്ന്. ഈ കേസിൽ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗിന്റെ ദുരുപയോഗം ആന്തരിക നിയന്ത്രണങ്ങളിലെ വിടവുകൾ എങ്ങനെയാണ് വിനാശകരമായ നഷ്ടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് എടുത്തു കാണിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയുടെ ആവശ്യകതയാണ് മറ്റൊരു പാഠം. നിയന്ത്രണ പരാജയങ്ങൾക്ക് ഒരു ബാങ്കിനെ മാത്രമല്ല മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കേസ് തെളിയിച്ചിട്ടുണ്ട്. ക്രമക്കേടുകൾ തത്സമയം കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ ബാങ്കുകൾ ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാണ്. ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിനും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഡാറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഇടപാടുകൾ അതിർത്തികൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി ഈ കേസ് പ്രവർത്തിക്കുന്നു. വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ വളരെ പ്രശസ്തമായ ബ്രാൻഡുകൾ പോലും ഗുരുതരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് ഇത് കാണിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് തട്ടിപ്പുകളിൽ ഒന്ന് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നും ആഗോള സാമ്പത്തിക രംഗത്ത് അത് എന്ത് മാറ്റങ്ങൾക്ക് പ്രചോദനമാകുമെന്നും ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.